സാർ നമുക്ക് എന്തുകൊണ്ട് ഒരു പുതിയ പരീക്ഷണം നടത്തിക്കൂടാ? സാർ ഉദാഹരണത്തിന് ഈ ചിക്കൻ ഇങ്ങനെ എടുത്തിട്ട് ഇതിലൽപ്പം സാമ്പാർ പൊടിയും വെണ്ടയ്ക്ക് മുരിങ്ങക്കായും വഴുതനങ്ങയൊക്കെ ഇട്ട് എന്താ അതിൽ തെറ്റ്? നമുക്കൊരു പുതിയ ഡിഷ് കിട്ടില്ലേ? എന്ത് ഡിഷ്? ചിക്കൻ സാമ്പാർ. അതെ, ഇന്ന് നമ്മൾ ചിക്കൻ സാമ്പാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ചിക്കൻ സാമ്പാർ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി എല്ലാവർക്കും സ്പൈസ് അപ്പ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കുക്കറിലാണ് ഞാൻ ചിക്കൻ സാമ്പാർ തയ്യാറാക്കുന്നത്. അപ്പൊ അതിനായിട്ടൊരു കുക്കർ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 കഷ്ണം പട്ടയും 3-4 ഗ്രാമ്പുവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായിട്ട് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായിട്ട് ഒരു തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളുടെ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഇങ്ങനെ വഴറ്റി കൊടുക്കണം. അങ്ങനെ മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. 750 ഗ്രാം അഥവാ 3/4 കിലോ എല്ലോട് കൂടിയ ചിക്കനാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കനും മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു പാതി വേവാകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് സാമ്പാർ കഷ്ണങ്ങളൊന്ന് കട്ട് ചെയ്തിട്ട് വരാം.
നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറികളും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കനും ഹാഫ് വേവ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കറികൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച മത്തൻ, തക്കാളി, വഴുതനങ്ങ, വെള്ളരി, ഉരുളക്കിഴങ്ങ്, ചേന, വാഴയ്ക്ക, ക്യാരറ്റ്, വെണ്ടക്ക, അവസാനമായിട്ട് മുരിങ്ങക്കായും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ സാമ്പാറിൽ പൊതുവെ പുളിയാണ് ചേർത്ത് കൊടുക്കാറ്, പക്ഷെ ഞാനിവിടെ ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഹാഫ് ചെറുനാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അങ്ങനെ ഒരു വിസിൽ വന്നിട്ട് നമ്മളുടെ കുക്കറിന്റെ മൂടി ഒന്ന് തുറന്നു കൊടുക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ചിക്കനും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ വറുത്തരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് തന്നെ പട്ടയും ഗ്രാമ്പും ഏലക്കായും ഒക്കെ ചേർത്തിട്ടാണ് വറുത്തെടുത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ഗരം മസാല ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്, പക്ഷെ ഞാനിവിടെ ചേർക്കുന്നില്ല. അപ്പോൾ വറുത്തരച്ച തേങ്ങ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മളുടെ ചിക്കൻ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ സാമ്പാർ ചൂടോട് കൂടിയിട്ടുള്ള ചോറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആസ്വദിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് സൈഡിലുള്ള ബെല്ലൈക്കണിലെ ഓൾ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോണ്ട. അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.